ഇന്ന് കറക്റ്റ് 1 kg വെയിറ്റ് വരുന്ന ഒരു വാഞ്ചോ കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു വാനില സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാം. ആദ്യം ഒരു അരിപ്പയിലേക്ക് ഒരു 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതേപോലെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് ഇതൊന്ന് അരിച്ചെടുക്കാം. ഒന്നുകിൽ 2 തവണ അരിച്ചെടുക്കുക, അല്ലെങ്കിൽ അരിച്ചെടുത്ത ശേഷം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മീഡിയം സൈസിലുള്ള 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. പിന്നെ ഒരു 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് പൊടിച്ച ശേഷം ഒരു 1/2 കപ്പിന് അടുപ്പിച്ചാണ് ഉള്ളത്. അത് കുറേശ്ശെയായിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ട ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഓയിൽ ചേർത്ത ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശായി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകിൽ ഇതേപോലെ വിസ്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താലും മതി. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഓവറായിട്ട് മിക്സ് ചെയ്യാൻ നിൽക്കരുത്, അപ്പോൾ കേക്ക് ഹാർഡായി പോകും. ഇനി ഇതൊരു 7 ഇഞ്ചിൻ്റെ റൗണ്ട് ടിന്നിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ താഴെയും സൈഡിലും ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു ദോശക്കല്ല് ചൂടാക്കി അതിന് മുകളിൽ ഇത് വെച്ച് കൊടുത്തിട്ട് നന്നായി അടച്ചു വെച്ച് ഇതേപോലെ എന്തെങ്കിലും വെയിറ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കണം. അതിന് വേണ്ടി 1/2 കപ്പ് മൈദ എടുത്തിട്ട് അതിൽ നിന്നും 1.5 ടേബിൾ സ്പൂൺ മൈദ മാറ്റി വെക്കാം. അതിന് പകരമായിട്ട് 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് എല്ലാം കൂടി 2 തവണ അരിച്ചെടുക്കാം. ഇനി 2 മുട്ടയുടെ എഗ് യോക്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം ഈ വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പൊടിക്കാത്ത പഞ്ചസാരയാണ്. ഇനി ഈ വൈറ്റ് ബീറ്റ് ആയ ശേഷം ഓരോ യോക്ക് വീതം ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ ചെയ്യുന്നില്ലെങ്കിൽ നേരത്തെ ചെയ്ത പോലെ എഗ് ബീറ്റ് ചെയ്തെടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുക. അതേപോലെ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഇതെല്ലാം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതും ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇതും 15 മിനിറ്റ് കൊണ്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് 2 കേക്കും ചൂട് നന്നായി മാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കഴിയുന്നതും തലേ ദിവസം തന്നെ കേക്ക് ചെയ്ത് വെച്ചാൽ കേക്കിന് കൂടുതൽ സോഫ്റ്റ്നെസ്സും അതേപോലെ ടേസ്റ്റും ഉണ്ടാവും. ഇനി ഗനാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മോൾഡിൻ്റെ ഇതേപോലുള്ള ഒരു ബാറിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബാർ എന്ന് പറയുന്നത് 125 ഗ്രാം ഉണ്ട്. അതിൻ്റെ പകുതി ഇപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്തപ്പോൾ ഒരു 1/2 കപ്പ് ഉണ്ട്. അതേപോലെ ഒരു ഡാർക്ക് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. അതൊരു 1/3 കപ്പാണുള്ളത്. അപ്പോൾ ഇത് ചോക്ലേറ്റ് ഡെക്കറേഷൻസ് ചെയ്തതിൻ്റെ ബാക്കിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇടയ്ക്ക് വൈറ്റ് കളർ കാണുന്നത്. ഇനി വൈറ്റ് കോമ്പൗണ്ടിലേക്ക് 1/2 കപ്പിനും താഴെ ആയിട്ട് വിപ്പിംഗ് ക്രീം ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അതേപോലെ ഡാർക്ക് കോമ്പൗണ്ടിലേക്ക് 1/3 കപ്പ് വിപ്പിംഗ് ക്രീം ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മെൽറ്റായതിനു ശേഷം ഞാനിത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി 1 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നിന്നും 2 ലെയറിലേക്കുള്ള ക്രീം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗനാഷ് ഒഴിച്ചു കൊടുക്കുക.
അപ്പോൾ ചോക്ലേറ്റ് ഗനാഷിൻ്റെ ചൂടൊക്കെ മാറിയ ശേഷമേ ക്രീമിലേക്ക് ഒഴിക്കാവൂ, അല്ലെങ്കിൽ ക്രീം മെൽറ്റായി പോവും. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് ക്രീം ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഗനാഷ് ഇത്രയ്ക്ക് ആവശ്യമില്ല, ഒരു 2 ടേബിൾ സ്പൂൺ അങ്ങനെ എടുത്താൽ മതി. കേക്കൊക്കെ ഇവിടെ നന്നായി ചൂട് മാറിയിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി കേക്ക് ബോർഡിൽ അല്പം ക്രീം ആക്കിയിട്ട് അതിന് മുകളിൽ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. ഞാനിവിടെ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ് ഫസ്റ്റ് ലെയറായിട്ട് വെക്കുന്നത്. അതിന് മുകളിൽ ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളവും 1/2 കപ്പ് പഞ്ചസാരയും തിളപ്പിച്ചിട്ട് അതൊന്ന് ചൂട് മാറി തണുപ്പിച്ചെടുത്തതാണ്. പിന്നെ അതിന് മുകളിലായിട്ട് ചോക്ലേറ്റ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ 2 ടേബിൾ സ്പൂൺ വീതം ഗനാഷ് ഒഴിച്ച് കൊടുക്കുക. ഇനി സെക്കൻഡ് ലെയറായിട്ട് വാനില സ്പോഞ്ച് കേക്ക് വെച്ച് കൊടുക്കുക. ഇതും ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കുക. ഇനി അതിന് മുകളിലായിട്ട് വാനില ക്രീം വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വൈറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ ഓരോന്ന് ലെയറും ചെയ്തെടുക്കാം. ക്രീം ഇതേപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വശത്തും ഒരേപോലെ ക്രീം സ്പ്രെഡായി കിട്ടും. ലാസ്റ്റ് ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതും വെറ്റ് ചെയ്ത ശേഷം മുഴുവനായിട്ട് ക്രീം വെച്ചിട്ട് ഇതേപോലെ കവർ ചെയ്തെടുക്കാം. ഇനി ഇതൊരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതിന് മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഗനാഷ് ഒഴിച്ച് കൊടുക്കുക. ഗനാഷ് തിക്കായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്താൽ മതി. ഇനി ഇത് സെറ്റാകുന്നതിന് മുന്നേ ഡാർക്ക് ഗനാഷ് ഇതേപോലെ പൈപ്പിംഗ് ബാഗിലാക്കി കൊടുത്തിട്ട് എല്ലാ വശത്തേക്കും ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഡിസൈൻ ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ ടൂത്ത് പിക്ക് വെച്ച് ചെയ്താലും മതി. ഇനി ഈ കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇത് വീണ്ടും ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുക്കുക. അതിനുശേഷം താഴെ ചെറിയൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്, മുകളിലൊരു ഡെക്കറേഷനും വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 2-3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി തണുപ്പിക്കണം. ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് ബേസിൻ്റെ വെയിറ്റ് കൂടാതെ 1 കിലോ കറക്റ്റ് ഉണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.